ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഈ ലോക ജീവിതയാത്രയിൽ നമുക്ക് എപ്പോഴും വഴി കാണിച്ചു തരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുള്ള അവിടുത്തെ വചനത്തിൻ്റെ കേൾവിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 62-ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം. 6-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചു തുടങ്ങിയത് 1-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. 1 ശമൂവേൽ 6-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ യഹോവയുടെ പെട്ടകം 7 മാസം ഫെലിസ്ത്യ ദേശത്ത് ആയിരുന്നു. അതിൻ്റെ കാരണം മനുഷ്യൻ്റെ പാപം. ഇസ്രായേൽ ജനത്തിൻ്റെ കഠിനമായ പാപനിമിത്തം ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തിൻ്റെ മധ്യ നിന്ന് ശത്രുക്കളുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്ന ചരിത്രമാണ് നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുവാൻ കഴിഞ്ഞത്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഈ അധ്യായത്തിലും സ്വർഗത്തിലെ ദൈവം അവിടുത്തെ മഹത്വവും പരമാധികാരവും വെളിപ്പെടുത്തുന്നത് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പെട്ടകം ദൈവം തൻ്റെ ജനത്തിൻ്റെ മധ്യ നിന്ന് മാറ്റിയതുകൊണ്ടോ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയതുകൊണ്ടോ ദൈവമഹത്വത്തിനോ അവിടുത്തെ പരമാധികാരത്തിനോ യാതൊരു കുറവും വരികയില്ല. ജനമധ്യത്തിൽ ദൈവം അവിടുത്തെ മഹത്വം തൽക്കാലം മറച്ചുവെച്ചു എന്ന് മാത്രം. അതിൻ്റെ കാരണം തൻ്റെ ജനത്തിൻ്റെ പാപമായിരുന്നു എന്നുള്ളത് നാം കഴിഞ്ഞ ഭാഗത്തിലും വിശദമായി തന്നെ ഓർത്തതാണ്. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം ജനത്തിന് മറയപ്പെടുവാൻ കാരണക്കാരായി പാപം ചെയ്യുന്ന ആളുകളെ സ്വർഗത്തിലെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ളത് ദൈവവചനം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന മുന്നറിയിപ്പാണ്. നാം മുഖാന്തരം, നമ്മുടെ ജീവിതം മുഖാന്തരം മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണാതെ പോകുമ്പോൾ, ദൈവസഭകളിൽ ദൈവമഹത്വം നാം മുഖാന്തരം വെളിപ്പെടാതെ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കുറവുകളെ സന്ദർശിക്കും എന്നുള്ള അതിഭയാനകമായ മുന്നറിയിപ്പ് ഹൃദയത്തിൽ ചേർത്തു വെച്ചാൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് പ്രസാദമായ നിലയിൽ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നതും ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. തങ്ങളുടെ മേൽ വന്നിട്ടുള്ള ദൈവത്തിൻ്റെ ഭാരമുള്ള കൈ പിൻവലിക്കേണ്ടതിന് അവർക്കറിയാവുന്ന നിലയിൽ ഫിലിസ്ത്യർ അശ്രാന്ത പരിശ്രമം നടത്തുന്നത് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ശ്രദ്ധിച്ചാലും, എന്നാൽ ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും വരുത്തി, നാം യഹോവയുടെ പെട്ടകം സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ടു? അതിനെ അതിൻ്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവീൻ എന്ന് ചോദിച്ചു. ഫിലിസ്ത്യർ അവർക്കറിയാവുന്ന നിലയിലുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം തേടുന്നതാണ് നാം ഈ വാക്യത്തിൽ വായിച്ചു കേട്ടത്. ഏതു വിധേനയും തങ്ങളുടെ മേൽ വന്ന ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഫിലിസ്ത്യർ ആഗ്രഹിക്കുന്നു. ദൈവത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായി തിരിച്ചറിയാത്ത ഫിലിസ്ത്യർ പോലും ദൈവകോപത്തെ ഭയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ജനം എന്തുമാത്രം കർത്താവിനെ ഭയപ്പെടേണ്ടതാണ്, എത്രമാത്രം ഭക്തിയോടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ തൻ്റെ നാമം സംബന്ധിച്ച് തീഷ്ണതയുള്ള മഹത്വവാനായ ദൈവത്തെ അറിഞ്ഞവർ നമ്മുടെ ജീവിതങ്ങളിൽ എന്തുമാത്രം ക്രമത്തോടുകൂടെ കർത്താവിനെ സേവിക്കേണ്ടതാണ്.
ഒരു കാര്യം വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ, ജീവിതത്തിൽ പാപങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ, ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ച് വീണ്ടും പാപത്തിൽ രസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൈ തൻ്റെ ജനത്തിൻ്റെ മേൽ ഭാരമായി തീരുമെന്നുള്ളത് മനസ്സിലാക്കാതെ പോകരുത്. അനുഗ്രഹിക്കുന്ന സ്വർഗത്തിലെ പിതാവിൻ്റെ കരങ്ങൾ ശിക്ഷിക്കുന്ന കരങ്ങളായി മാറ്റപ്പെടും നാം ദൈവത്തിൻ്റെ വചനത്തോട് മറുതലിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം അനുതാപത്തോടെ നമ്മുടെ കുറവുകളെ കർത്താവിൻ്റെ മുൻപാകെ ഏറ്റുപറഞ്ഞ് നാം ദൈവസന്നിധിയിൽ ഭയത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് എന്നുള്ളത് മറന്നു പോകേണ്ടുന്ന വിഷയമല്ല. യോനയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് നിനവെ പട്ടണത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തോട് മത്സരികളായി നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടെ പാപം എത്തപ്പെട്ടപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനെ അയക്കുകയാണ്. ആ പ്രവാചകൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരുള്ള മഹാനഗരമായ നിനവെ വെണ്ണീരിൽ ഇരുന്ന് തങ്ങളെ തന്നെ താഴ്ത്തി അനുദപിക്കുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പിൽക്കാല ചരിത്രം പഠിച്ചപ്പോൾ ആ താൽക്കാലികമായിട്ടുള്ള അനുതാപമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നു. നിലനിൽക്കുന്ന അനുതാപത്തിലേക്ക് ദൈവം തൻ്റെ ജനത്തെ വിളിക്കുകയാണ്. സാധാരണ മനുഷ്യൻ, ദൈവത്തെ അറിയാത്തൊരു മനുഷ്യൻ, ദൈവനിഷേധിയായൊരു മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുമ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ തിരിച്ചറിയുവാൻ കൃപ ലഭിച്ചവരാണ്. ദൈവവചനം നമ്മുടെ കരങ്ങളിലേക്ക് കർത്താവ് തന്നിട്ടുമുണ്ട്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ജനം അവരുടെ ജീവിതങ്ങളിൽ വരുന്ന വലിയ കുറവുകൾ, ചെറുതെന്ന് നാം ചിന്തിക്കുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോൾ ഭാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ കരം അത് അനുഗ്രഹിക്കുന്ന കരമായിട്ട് മാറ്റപ്പെടും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവസഭകളിലേക്ക് പ്രായോഗിക തലങ്ങളിൽ വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കുടുംബജീവിതങ്ങളും വ്യക്തിജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഇതാ ഫെലിസ്ത്യർ തങ്ങൾക്ക് അറിയാകുന്ന നിലയിൽ ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ്റെ മുൻപിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളൊരു മാർഗമുണ്ട് ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട്. അതെന്താണെന്നറിയാമോ? വരുവാനുള്ള ദൈവത്തിൻ്റെ മഹാകോപ ദിവസത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കർത്താവായ യേശുക്രിസ്തുവെന്ന രക്ഷിതാവിനെ കാൽവറിയുടെ ക്രൂശിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവം ഉയർത്തി കാണിക്കുകയാണ്. സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി പാപമെന്തെന്നറിയാത്ത ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു നമുക്കോരോരുത്തർക്കും പകരമായി അവിടുത്തെ പ്രാണൻ നൽകി നമ്മളെ സ്നേഹിക്കുന്ന കാഴ്ച. നമ്മുടെ പാപങ്ങൾക്ക് അവിടുന്ന് എന്നേക്കുമായി പ്രായശ്ചിത്തം വരുത്തിയിട്ടുണ്ട്. എന്നാൽ ആര് അത് വിശ്വസിക്കുന്നുവോ, ഞാൻ പാപിയാണ് എന്ന് സമ്മതിച്ച് ക്രൂശിൻ്റെ അരികിലേക്ക് വന്ന് കർത്താവേ എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ഏതു മനുഷ്യൻ്റെ മേലുള്ള ആ വലിയ ദൈവത്തിൻ്റെ കോപം അത് മാറ്റിയിട്ട് അനുഗ്രഹിക്കുന്ന കരം വരുമെന്നുള്ളത് വചനം പഠിപ്പിക്കുന്ന വിഷയമാണ്. അങ്ങയുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ അങ്ങയ്ക്കിടയാകട്ടെ. ദൈവം തമ്പുരാൻ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.